സ്ക്രൂ അപ്പ് എന്നൊരു ഫ്രേസൽ വേർബുണ്ട്. തെറ്റുവരുത്തുക, തുലയ്ക്കുക, നമ്മൾ കുളമാക്കുക എന്നൊക്കെ പറയാറില്ല. മാനസികമായി ഒരാളെ തളർത്തുക എന്നൊക്കെയാണ് ഈ ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. ഐ റിയലി സ്ക്രൂഡ് അപ്പ് ദ പ്രസൻറ്റേഷൻ. ഞാൻ ആ പ്രസൻറ്റേഷൻ ആകെ കുളമാക്കി. ഡോണ്ട് സ്ക്രൂ അപ്പ് ദ ഓപ്പർച്യൂണിറ്റി. ദയവ് ചെയ്ത് ആ അവസരം തുലയ്ക്കരുത്. ടു മച്ച് സോൾട്ട് വിൽ സ്ക്രൂ അപ്പ് ദ ഡിഷ്. ഒരുപാട് ഉപ്പിട്ടാലേ ആ വിഭവം മോശമാവും. ഹി സ്ക്രൂഡ് അപ്പ് ദ ഹോൾ പ്ലാൻ. അവൻ ആ മൊത്തം പദ്ധതിയും തകർത്തു, നാശമാക്കി. ഐ ഓൾവേസ് സ്ക്രൂ അപ്പ് വെൻ ഐ ആം നെർവസ്. ഞാൻ ആകെ അസ്വസ്ഥനാകുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് എല്ലാം കൈവിട്ട് പോകും, എല്ലാം നാശമാകും, എല്ലാം തകരും. ഷീ സ്ക്രൂഡ് അപ്പ് ദ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ അവൾ തുലച്ചു. ഐ വിൽ നോട്ട് സ്ക്രൂ അപ്പ് ദിസ് ടൈം. ഇത്തവണ ഞാൻ വിട്ടുകൊടുക്കില്ല, ഇത്തവണ ഞാൻ മോശമാക്കില്ല. ഷീ ഹാസ് സ്ക്രൂഡ് അപ്പ് ഹെർ ചാൻസസ്. അവൾ അവളുടെ അവസരങ്ങൾ തുലച്ചു. ഡോണ്ട് സ്ക്രൂ ദിസ് അപ്പ്, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇത് കൊണ്ടുപോയിട്ട് നാശമാക്കരുത്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഐ തിങ്ക് ഐ സ്ക്രൂഡ് അപ്പ് സംവെയർ. എവിടെയോ പഴച്ചു എന്ന് തോന്നുന്ന എനിക്ക്, എവിടെയോ തെറ്റുവരുത്തി. ഇനി ഒരാളെ പരിഭ്രാന്തനാക്കാനോ മാനസികമായി തളർത്താനോ ഒക്കെ ഈ സ്ക്രൂ അപ്പ് എന്നുള്ള ഈ ഫ്രേസൽ വേർബ് ഉപയോഗിക്കും. ഐ സ്ക്രൂഡ് ഹിം അപ്പ്. ഞാൻ അവനെ അങ്ങോട്ട് തകർത്തു, മാനസികമായി തളർത്തിയെന്നർത്ഥം. ദിസ് പ്രഷർ ഈസ് സ്ക്രൂയിങ് മീ അപ്പ്. ഓ, ഈ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ വയ്യ, അതെന്നെ തളർത്തുകയാണ്. ദ ആക്സിഡൻറ്റ് റിയലി സ്ക്രൂഡ് ഹിം അപ്പ്. ആ അപകടം അവനെ മാനസികമായി ശരിക്കും തകർത്ത് കളഞ്ഞു. ഹെർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് സ്ക്രൂഡ് ഹെർ അപ്പ് ബാഡ്ലി. കുട്ടിക്കാലത്ത് അവൾക്കുണ്ടായ ദുരനുഭവം അവളെ ശരിക്കും മാനസികമായി തളർത്തി കളഞ്ഞിട്ടുണ്ട്. ഡോണ്ട് ലെറ്റ് ദെയർ വേർഡ്സ് സ്ക്രൂ യു അപ്പ്. അവരുടെ വാക്കുകളെ നിന്നെ തളർത്താൻ അനുവദിക്കരുത്. ഒന്ന് ശീലിച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.